നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദുർച്ചെലവും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇനി പറയുന്ന ഈ ലളിതമായ പരിഹാരം ഒന്ന് ചെയ്തു നോക്കൂ. ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നതാണ്. എന്നാൽ ഇത് പ്രാർത്ഥനയോടും പൂർണ്ണ വിശ്വാസത്തോടെയും ചെയ്യണം എന്നതു മാത്രമാണ് പ്രധാനം. ഇത്തരത്തിൽ നമ്മുടെ സാമ്പത്തിക നില നല്ല രീതിയിൽ ഉയരുന്നതിന് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു അത്ഭുത പരിഹാരത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യം തന്നെ ഈ ഒരു പരിഹാരത്തിന് പ്രധാനമായും ആവശ്യമുള്ളത് കടുകാണ്. ഒട്ടേറെ താന്ത്രിക പരിഹാരങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന ഒരു വസ്തുവാണ് കടുക്. ഇനി ഈ ഒരു പരിഹാരം ചെയ്യുവാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന കടുക് എടുക്കരുത്. ഒരു ചെറിയ പാക്കറ്റ് കടുക് വാങ്ങി വേണം ഈ ഒരു പരിഹാരത്തിന് ഉപയോഗിക്കേണ്ടത്. ഇനി ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഉപയോഗിക്കാത്ത പുതിയ പാക്കറ്റ് കടുകുണ്ടെങ്കിൽ ആ കടുക് ഉപയോഗിച്ച് ഇത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കിച്ചണിലേക്ക് ഒരു പാക്കറ്റ് കടുക് വാങ്ങി ആ കടുക് പാക്കറ്റ് പൊട്ടിച്ച് ബോട്ടിലിൽ ഇട്ടതിന് ശേഷം മീതി വന്ന കടുക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ കടുകും പരിഹാരത്തിന് എടുക്കരുത്. പുതിയ ഒരു പാക്കറ്റ് വാങ്ങിയോ അല്ലെങ്കിൽ പൊട്ടിക്കാത്ത പാക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുപയോഗിച്ച് മാത്രമേ ഈ ഒരു പരിഹാരം ചെയ്യാവൂ. ഇനി ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു പരിഹാരം ചെയ്യുവാൻ അടപ്പുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആവശ്യമാണ്. ഇനി പുതിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലോ എടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരത്തിനായി പുതിയത് തന്നെ വേണമെന്ന ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഉപയോഗിക്കാത്ത ബോക്സോ അല്ലെങ്കിൽ ടിന്നോ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഒരു കാരണവശാലും നോൺ വെജ് ഉപയോഗിച്ച ടിന്നുകളോ അല്ലെങ്കിൽ ബോക്സുകളോ പരിഹാരത്തിനായി എടുക്കരുത്. ഇനി അടുത്തതായി ആവശ്യമുള്ളത് 5 രൂപയുടെ കുറച്ച് നാണയങ്ങളാണ്. ഇനി നിങ്ങൾ വിദേശത്താണ് താമസിക്കുന്നതെങ്കിൽ 5 എന്ന നമ്പറിനെ സൂചിപ്പിക്കുന്ന നാണയം നിങ്ങളുടെ നാട്ടിൽ ഏതാണോ അതെടുക്കാവുന്നതാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണമായ വിശ്വാസമാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി വേണം ഇത് ചെയ്യേണ്ടത്. ഇനി ഈ ഒരു പരിഹാരം ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമോ ചെയ്യുവാൻ ആരംഭിക്കാവുന്നതാണ്. ആദ്യം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ നിറയെ കടുക് എടുക്കുക. പിന്നീട് ഒരു മാസത്തിലെ എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും 5 രൂപ നാണയം വീതം കടുകിനുള്ളിലേക്ക് മറച്ചു വെക്കാവുന്നതാണ്. ഇനി കടുകിലേക്ക് നാണയം വെക്കുമ്പോൾ ഒരു കാരണവശാലും നാണയം പുറത്ത് കാണാത്ത രീതിയിൽ വേണം നാണയം കടുകിനുള്ളിലേക്ക് വെക്കേണ്ടത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത്. ഈ ദിവസങ്ങളിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് ഫലമുണ്ടാകുന്നതുമാണ്. ഇനി ഈ ഒരു പരിഹാരം ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാകുവാൻ വെള്ളിയാഴ്ച ദിവസം ശുക്രഹോരയിൽ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചൊവ്വാഴ്ചയാണെങ്കിൽ ചൊവ്വ ഹോരയിലും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വെള്ളിയാഴ്ച രാവിലെ 6 മുതൽ 7 മണി വരെയാണ് ശുക്രഹോര വരുന്നത്. ഇനി ഈ ഒരു സമയത്ത് പരിഹാരം ചെയ്യുവാൻ അല്ലെങ്കിൽ 5 രൂപ നാണയം കടുകിലേക്ക് വെക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ വെള്ളിയാഴ്ച വൈകിട്ട് വരുന്ന ശുക്രഹോരയിലും ഇത് ചെയ്യാവുന്നതാണ്. വെള്ളിയാഴ്ച രാത്രി 8 മുതൽ 9 മണി വരെയാണ് ശുക്രഹോര വരുന്നത്. ഇനി ചൊവ്വാഴ്ച ദിവസം രാവിലെ 6 മുതൽ 7 മണി വരെയും വൈകിട്ട് 8 മണി മുതൽ 9 മണി വരെയുമാണ് ചൊവ്വ ഹോര വരുന്നത്. ഈ ഒരു സമയത്ത് ഈ താന്ത്രികം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓരോ തവണയും കടുകിലേക്ക് നാണയം വെക്കുമ്പോൾ നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും ലക്ഷ്മി ദേവിയെയും നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം വെക്കുവാൻ. ഇങ്ങനെ ഒരു മാസം മുടങ്ങാതെ എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും ഈ ഒരു കർമ്മം തുടർന്ന് ചെയ്യുക. ഈ ഒരു പരിഹാരം ചെയ്ത് ഏതെങ്കിലും ഒരു ദിവസം മുടങ്ങിയാൽ വീണ്ടും ആദ്യം മുതൽ ഈ ഒരു പരിഹാരം തുടർന്ന് ചെയ്യേണ്ടതാണ്. ഇനി ഈ ഒരു പരിഹാരം ചെയ്യുവാൻ പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും തന്നെയില്ല. അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഈ കർമ്മം ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല. പീരിയഡ്സ് ആയിരുന്നാലും നോൺ വെജ് കഴിച്ചാലും പുലവാലായ്മ ഉണ്ടെങ്കിലും ഈ കർമ്മം ചെയ്യാവുന്നതാണ്. ഒരു മാസം ഈ ഒരു പരിഹാരം ചെയ്തതിന് ശേഷം കടുകിനുള്ളിൽ വെച്ച നാണയങ്ങൾ തിരികെ എടുക്കാവുന്നതാണ്. അതായത് അവസാനം ഒരു വെള്ളിയാഴ്ചയാണ് ഈ കർമ്മം നിങ്ങൾ ചെയ്ത് പൂർത്തിയായതെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച ദിവസം ഈ നാണയങ്ങൾ തിരികെ എടുക്കാവുന്നതാണ്. ഇനി നാണയം തിരികെ എടുക്കുമ്പോൾ രാഹുകാലം ഒഴികെയുള്ള ഏത് സമയത്തും എടുക്കാവുന്നതാണ്. ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് 3 മുതൽ 4:30 വരെയാണ് രാഹുകാലം വരുന്നത്. വെള്ളിയാഴ്ച രാവിലെ 10:30 മുതൽ 12 വരെയാണ് രാഹുകാലം. ഈ സമയം ഒഴികെ മറ്റേത് സമയത്തും നാണയം തിരികെ എടുക്കാവുന്നതാണ്. ഇനി നാണയം കടുകിൽ നിന്നും എടുത്തതിന് ശേഷം ഈ നാണയങ്ങൾ ദാനം ചെയ്യാവുന്നതാണ്.
ഇനി അതല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയിൽ സമർപ്പിക്കാവുന്നതുമാണ്. ഇനി അതല്ലെങ്കിൽ ഈ തുക ക്ഷേത്രത്തിലെ അന്നദാനത്തിന് വേണ്ടി സമർപ്പിക്കാവുന്നതുമാണ്. ഇനി അതല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് മരുന്നോ അല്ലെങ്കിൽ വസ്ത്രമോ വാങ്ങാൻ ഈ പണവും ചേർത്ത് നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഇതേ കോയിൻ കഴുകി വീണ്ടും ഈ ഒരു പരിഹാരത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ അതേസമയം ഈ കോയിൻ ആകെ എത്രയാണ് അതിനു തുല്യമായത് ദാനം ചെയ്തതിനു ശേഷം മാത്രമേ ഈ നാണയം വീണ്ടും ഉപയോഗിക്കുവാൻ പാടുള്ളൂ. നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജം ഇല്ലാതാക്കുവാൻ ശക്തിയുള്ള ഒരു വസ്തുവാണ് കടുക്. അതുപോലെ തന്നെ കണ്ണീറും നാവേറും നീക്കുവാനും കടുക് നമ്മൾ പ്രയോജനപ്പെടുത്താറുണ്ട്. കടുക് എന്ന ചെറിയ വസ്തുവിൽ നിന്ന് ചെടിയും പൂവും കായുമെല്ലാം ഉണ്ടാകുന്നു. ഇതാണ് സമ്പത്തിന്റെ കാര്യത്തിലും കടുക് സൂചിപ്പിക്കുന്നത്. അതായത് കടുക് ഉപയോഗിച്ച് ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ ധനവരവ് ഉണ്ടാകുന്നതാണ്. മാത്രമല്ല നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുന്നതുമാണ്. അമിതമായ പാഴ്ചെലവുകളും ഈ ഒരു പരിഹാരത്തിലൂടെ ഇല്ലാതാകുന്നതാണ്. ഇനി ആദ്യത്തെ ദിവസം ഈ ഒരു പരിഹാരം ചെയ്ത് അതായത് കടുകിലേക്ക് നാണയം വെച്ചതിന് ശേഷം ഈ ഒരു ബോക്സ് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കാവുന്നതാണ്. ഇനി സ്ത്രീകളെ സംബന്ധിച്ച് പീരീഡ്സ് ആയിരിക്കുന്ന ആ ഒരു സമയത്ത് അടുക്കളയിൽ നിങ്ങളുടെ കിച്ചൺ കബോർഡിൽ ഈ ബോക്സ് വെക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു മാസം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്തു. പിന്നീട് നിങ്ങൾക്ക് പീരീഡ്സ് ആയിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ നിങ്ങളുടെ പീരീഡ്സ് ടൈം കഴിഞ്ഞതിന് ശേഷം കടുകിൽ വെച്ച നാണയങ്ങൾ പുറത്തെടുക്കാവുന്നതാണ്. പീരീഡ്സ് ടൈമിലും കടുകിലേക്ക് നാണയം വെക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയിൽ ഇത് സമർപ്പിക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പണം ചെലവാക്കുമ്പോൾ ഈ നാണയം നല്ലതുപോലെ മഞ്ഞൾ വെള്ളത്തിൽ കഴുകി ശുദ്ധിയാക്കിയതിന് ശേഷം വേണം ഇത് ക്ഷേത്രത്തിൽ സമർപ്പിക്കുവാൻ. ഇനി കടുകിനുള്ളിൽ നിന്നും നാണയം പുറത്തെടുത്തതിന് ശേഷം പരിഹാരത്തിനായി ഉപയോഗിച്ച കടുക് ആരും ചവിട്ടാത്ത സ്ഥലത്തിടാവുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ഒരു പരിഹാരം ആദ്യമായി നിങ്ങൾ ചെയ്യുന്ന ഒരു സമയത്ത്, അതായത് ചൊവ്വാഴ്ചയാണ് തുടങ്ങുന്നതെങ്കിലും അതല്ല വെള്ളിയാഴ്ചയാണ് നിങ്ങൾ ആരംഭിക്കുന്നതെങ്കിലും ആ ഒരു ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് ശരീരശുദ്ധി ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നാണയം തിരികെ എടുക്കുമ്പോഴും ശരീരശുദ്ധി ഉണ്ടാകണം. ആദ്യത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നീട് പീരീഡ്സ് ആയിരുന്നാലും കടുകിലേക്ക് നാണയം വെക്കാവുന്നതാണ്. അതായത് കർമ്മം തുടങ്ങുന്ന സമയത്തും നാണയം തിരിച്ചെടുക്കുന്ന ഒരു സമയത്തും ശരീരശുദ്ധി ഉണ്ടാകണം. ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ ഒരു മാസം തുടർച്ചയായി ഈ ഒരു പരിഹാരം ചെയ്തു നോക്കൂ. ഒരൊറ്റ മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മാറുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും അത് കടബാധ്യതയാണെങ്കിൽ പോലും അതിനെ മറികടക്കുവാൻ അല്ലെങ്കിൽ അത് തീർക്കുവാനുള്ള മാർഗം നിങ്ങൾക്ക് മുൻപിൽ തെളിഞ്ഞു കിട്ടുന്നതാണ്. മാത്രമല്ല അമിതമായി ഉണ്ടാകുന്ന പാഴ്ചിലവുകൾ പൂർണ്ണമായും ഇല്ലാതായി സാമ്പത്തിക തടസ്സങ്ങളും ഇല്ലാതായി ധനവരവ് വർദ്ധിക്കുവാൻ ആരംഭിക്കുന്നതുമാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണമായ വിശ്വാസമാണ് പ്രധാനം. പൂർണ്ണ വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമേ നല്ല പോസിറ്റീവായ റിസൾട്ടും ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു കർമ്മം ചെയ്തു നോക്കൂ. ഒരു മാസത്തിനുള്ളിൽ തന്നെ ഫലം കണ്ടു തുടങ്ങുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.